നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു കുളിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് സമയത്ത് കുളിക്കണം, എങ്ങനെ കുളിക്കണം എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്ത ഒരു സംശയ രൂപേണ ചോദിച്ചൊരു കാര്യമാണ് കുളത്തിലോ പുഴയിലോ കുളിക്കുന്നവർ എങ്ങനെ ആദ്യം തല നനയ്ക്കും എന്നുള്ളത്. അതുപോലെ തന്നെ പലരും സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഞങ്ങൾ ഏർലി മോർണിംഗിൽ കുളിക്കുന്ന ആൾക്കാരാണ്, എന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, ഏർലി മോർണിംഗ് കുളിക്കുന്ന പലരിലും നീർക്കെട്ടും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഒരു സൂര്യോദയത്തിന് ശേഷം കുളിക്കുന്നതും സൂര്യാസ്തമയം കഴിഞ്ഞ് സൂര്യൻ അന്തരീക്ഷ ഊഷ്മാവിൽ നിന്നും പൂർണ്ണമായും പിൻവലിയുന്നതിന് മുമ്പ് കുളിക്കുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ തലയിൽ വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ തലയിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പിൻഭാഗത്ത് ഒഴിക്കണം എന്ന് പറഞ്ഞത്? ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ മർമ്മശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ അധിപതി മർമ്മം അഥവാ മൂർധാവ് എന്ന് പറയുന്നത് ഇവിടെയായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പം ആ മർമ്മത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു അഭിഘാതത്തെ ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ നിന്ന് സോപ്പ് തേക്കുകയോ മറ്റും ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നീരിറങ്ങാനുള്ള സാധ്യതകൾ ശരീരത്തിൽ കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് തലയിൽ മേളിൽ വെള്ളം ഒഴിക്കാതെ പിൻഭാഗത്ത് ഒഴിച്ച് തുടങ്ങണമെന്ന് പറയുന്നത്. ആ സമയം നമ്മൾ പിൻഭാഗത്ത് ഒഴിക്കുന്നത് കൊണ്ട് വെള്ളം ഇവിടെ കെട്ടി നിൽക്കാതെ തന്നെ താഴോട്ട് ഒഴുകി പോകുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്നു. മറ്റൊരു കാര്യം, കുളത്തിലോ പുഴയിലോ ഇറങ്ങുന്ന സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പണ്ട് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നിങ്ങളെല്ലാവരും ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കാം. അത്തരത്തിൽ കുളിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം മുഖം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വായിൽ നല്ല രീതിയിൽ വെള്ളം ഉൾക്കൊണ്ടതിന് ശേഷമാണ് വെള്ളത്തിലോട്ട് ഇറങ്ങേണ്ടത്. അത് ഈ തരത്തിലുണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ബോഡിയിൽ ഉണ്ടാക്കുന്ന അസന്തുലിതമായിട്ടുള്ള ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾക്കൊരു നിവാരണം മാത്രമാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തൂ.